ഹലോ നമസ്കാരം, ഞാൻ ജേർഷൻ ജെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പം നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ മാറാൻ വേണ്ടി പോവാണ്. അപ്പോൾ എയർ ഫിൽറ്റർ മാറാത്തതുകൊണ്ട് ചെറിയ മൈലേജിന് ചെറിയ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വണ്ടി ടാറ്റ ഇൻഡിക വിസ്റ്റയാണ്, കോട്രാജെറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ എയർ ഫിൽറ്റർ എങ്ങനെ മാറി വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ അത് നമുക്ക് ബോണറ്റ് എന്ന് തുറക്കണം. നമ്മുടെ വണ്ടി വരുന്നത് 2011 മോഡലാണ്. 11 മോഡലാണ് വണ്ടി വരുന്നത്. അപ്പം നമുക്കിനി ബോണറ്റ് ഇനി തുറന്നു നോക്കാവേ. ബോണറ്റ് തുറന്നു, നമ്മൾ സ്റ്റേ കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ വരുന്ന പോർഷൻ. ഇതാണ് വരുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 നട്ട് സ്ക്രൂ ഉണ്ട്, അത് അഴിക്കണം. അത് ചെയ്യുമ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ കിട്ടും. അപ്പോൾ ഞാനിവിടെ മേടിച്ചേക്കുന്ന ഹീറോ ലൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു എയർ ഫിൽറ്ററാണ് മേടിച്ചേക്കുന്നത്. വിസ്റ്റാഡയാണ് വരുന്നത്. വിസ്റ്റായ്ക്കും വരുന്നുണ്ട്, അത് മാരുതിയുടെ വണ്ടിക്ക് അത് സൂട്ടാകുന്നുണ്ട് കേട്ടോ. അപ്പം എയർ ഫിൽറ്റർ എൻ്റെ ചീത്തയായതുകൊണ്ട് ഇച്ചിരി മൈലേജും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എയർ ഫിൽറ്റർ മാറ്റി നോക്കാം, എന്നിട്ട് മൈലേജ് ഉണ്ടെന്ന് അറിയാം. സാധാരണ ഈ വണ്ടിക്ക് 10-25 മൈലേജ് കിട്ടേണ്ടതാണ്, കോട്രാജെറ്റിന് കിട്ടേണ്ടതാണ്. പക്ഷേ എനിക്ക് അത്രയും കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് എങ്ങനെ എയർ ഫിൽറ്റർ മാറുന്നതെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോയിലോട്ടൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി എയർ ഫിൽറ്റർ മാറാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഞാനിത് അഴിക്കട്ടെ. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് വേണ്ടി സാധാരണ ഇവിടെ 8-ൻ്റെ നട്ടാണ് വരുന്നത്. അത് അതിൻ്റെ സ്ഥാനം വെച്ചുമ്പോൾ തിരിക്കുക, അപ്പോഴത്തേക്ക് അത് ഊരി വരും. എനിക്ക് നട്ട് ബോൾട്ട് കുറവാണ് കേട്ടോ. കാരണം നമ്മൾ വണ്ടി സെക്കൻഡ് മേടിച്ചാൽ അതിന് അതില്ല, രണ്ടുപേർന്നില്ല. പിന്നെ ഒരു ടെസ്റ്റർ വെച്ചിട്ട് നമ്മൾ 2 സ്ക്രൂ ഉണ്ട്, അതുകൂടെ അങ്ങോട്ട് അഴിക്കുക. സ്ക്രൂ അഴിക്കുക. ഈ എയർ ഫിൽറ്റർ ഈ മൈലേജ് എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് ഉണ്ടെങ്കിൽ ഈ കോട്രാജെറ്റ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ, എന്തിൽ നിന്നൊക്കെ കുറവുണ്ടാകുന്നു. അപ്പം നമ്മൾ കവർ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ പഴയ എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, പഴയ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥയാണ്. കണ്ടല്ലേ, മൊത്തം ചീത്തയായിപ്പോയി. അപ്പം ഞാൻ വർക്ക്ഷോപ്പിലേക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു എയർ ഫിൽറ്റർ ഒന്ന് മാറി നോക്കാൻ പറഞ്ഞു. എയർ ഫിൽറ്റർ മാറിയാൽ ചിലപ്പം റെഡിയാകുമെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉൾവശം കണ്ടില്ലേ, ഉൾവശം ജസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ്, ഒന്നുമില്ല, ഇത്ര വരുന്നത്. അപ്പോൾ നമുക്കിനി പുതിയ എയർ ഫിൽറ്റർ ഇടണം. അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ അകമൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകമൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കണം. അതിൽ അഴിച്ച സ്ഥിതിക്ക് പൊടിയും കാര്യങ്ങളും കൊണ്ടുവന്ന് അപ്പോൾ നമ്മൾ ജസ്റ്റ് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ഫിൽറ്റർ, ഇതാണ് നമ്മുടെ പുതിയ ഫിൽറ്റർ. രണ്ടും വ്യത്യാസം കണ്ടില്ലേ. ഇതാണ് എയർ ഫിൽറ്റർ, ഇതിൻ്റെ അഴുക്കാണ്, ഇത് പുതിയത്. അപ്പോൾ ഇത് ഇടുമ്പോൾ ഇതിന് മൈലേജ് എന്ത് വ്യത്യാസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ ഒരു എയർ ഫിൽറ്റർ വണ്ടിയായിട്ട് ഫിക്സ് ചെയ്യാം. ഒന്നുമില്ല, അത് ഊരിയെടുത്തു. അതുപോലെ തന്നെ കറക്റ്റ് ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കുക. കറക്റ്റ് സീറ്റിംഗ് ആണ് നോക്കുവാണ്, കറക്റ്റ് സീറ്റിംഗ് ആണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ തിരിച്ചതുപോലെ തന്നെ കവർ അടച്ചു കൊടുക്കണം. നമ്മുടെ ഈ എയർ ഫിൽറ്ററിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് വന്നിട്ടുള്ളത് 490 രൂപയാണ് കേട്ടോ. 490 രൂപയായി നമ്മുടെ എയർ ഫിൽറ്ററിന് വന്ന പ്രൈസ് എന്ന് പറയുന്നത്. എല്ലാ വണ്ടിക്കും ഇവിടെ നട്ട് ബോൾട്ടാണ് വരുന്നത്, പക്ഷെ എൻ്റെ വണ്ടിക്ക് അതില്ല. നേരത്തെ ഉപയോഗിച്ചവർ അഴിച്ച വഴിക്കല്ല മിസ്സിങ് ആയിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് എയർ ഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്, നിസ്സാര വർക്കേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി എയർ ഫിൽറ്ററൊക്കെ മാറിയിട്ട് നോക്കണം, മൈലേജ് എത്ര ഉണ്ടെന്ന് നോക്കണം. ഇപ്പം വണ്ടിക്ക് കിട്ടുന്നത് തീരെ കുറവാണ് കേട്ടോ. ഞാൻ നോക്കി, ഒരു ആവറേജിൽ 15 സംതിങ് 16 അത്ര റേഞ്ചിലൊക്കെയാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ വണ്ടി സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേനും വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ് കാണിക്കുന്നത്, വേറെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇനി ഞാൻ മാറാത്ത എയർ ഫിൽറ്ററുടെ ഉള്ളൂ. ബാക്കി ഡീസൽ ഫിൽറ്ററും എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്ററും എല്ലാം ഞാൻ മാറിയാണ്.
അപ്പോൾ ഞാൻ ഇതിലൂടെ ഉള്ളു മാറാനുള്ളൂ. അപ്പം നമ്മുടെ വർക്കുകളൊക്കെ ഏകദേശം ഇവിടെ തീർന്നു. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ വർക്കെന്ന് പറയാൻ വേണ്ടി. നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞതായിരുന്നു, ചെറിയ വീഡിയോ ആയിരുന്നു. നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽട്ടർ നമ്മൾ മാറ്റാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇനി ജസ്റ്റ് നമുക്കിനി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ന്യൂട്രാക്കുക, ഇഗ്നിഷൻ ഓൺ ആക്കുക, പമ്പ് വർക്ക് ഓൺ ആയിട്ടുണ്ട്. സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇനിയും എൻജിൻ്റെ ഈ പോർഷനൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മത്സരമായിട്ട് ഓടിയതിനായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കുക, ഒന്ന് വൃത്തിയാക്കണം. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ. ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ വേറെ സൗണ്ട് ഉണ്ടല്ലോ, അത് ഈ മൈക്ക് വെച്ചതിൻ്റെ ഒരു സൗണ്ടാണ് കേട്ടോ. അല്ലാതെ വണ്ടിയുടെ സൗണ്ട് അല്ല. വണ്ടി നീറ്റാണ്, വണ്ടിക്ക് അത്ര സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിപ്പം ഞാൻ ഔട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഞാൻ വീഡിയോ റീടേക്ക് എടുക്കുന്നില്ല. ആ മൈക്ക് വെച്ചുകൊണ്ടുള്ള സൗണ്ടാണ് കേട്ടത്. അതാണ് നിങ്ങൾ ആ സൗണ്ട് അങ്ങനെ കേട്ടത്. വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ സാധനം എയർ ഫിൽറ്റർ മേടിച്ച് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ മാറേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.